ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു അവസാനത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. ഈ ആഴ്ചയിലെ ഓരോ ദിവസങ്ങളിലും ബ്രദർ ഡാമി നൽകിയ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും വലിയ നന്മകളും ഒക്കെ ഉളവാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി നമ്മളുടെ കൂടെ ഉണ്ട്. നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത വഴികളിലൂടെ കർത്താവ് നമ്മളെ നയിക്കാൻ പോവുകയാണ്. അത് നിങ്ങളുടെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു എന്നാണ് ബൈബിളിലെ വചനം പറയുന്നത്. അതുപോലെ നിങ്ങളുടെ പാതകളിൽ അനുഗ്രഹത്തിൻ്റെ മാരി പെയ്തു ഇറങ്ങുന്നത് പോലെയുള്ള വഴികളിലൂടെ കർത്താവ് നിങ്ങളെ നയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ്, ആദ്യത്തേത് ഒരു പ്രൈം സ്പോൺസറാണ്. ഡബ്ലിനിൽ നിന്ന് യോഹാൻ ഏബ്രഹാമാണ്. താങ്ക് യു യോഹാൻ. ഇന്ന് യോഹാൻ ഏബ്രഹാമിൻ്റെ ജന്മദിനമാണ്. വാവ്, ഹാപ്പി ബർത്ത്ഡേ യോഹാൻ. യോഹാൻ ഇവിടെ നമ്മുടെ വൈകിയിലുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു മോനാണ്. ഇന്നിപ്പോൾ അയർലൻഡിലാണ്. നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് യോഹാൻ്റെ ആത്മീക ജീവിതത്തിലും ശുശ്രൂഷയിലും അദ്ദേഹം കൂടുതലായിട്ട് വളരുവാനും കർത്താവുമായിട്ടുള്ളൊരു ആത്മബന്ധത്തിൽ കൂടുതലായിട്ട് വളരുവാൻ, ജോലിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ, കർത്താവിൻ്റെ ഫേവർ ഉണ്ടാകുവാൻ, അതുപോലെ ദൈവഹിതപ്രകാരമുള്ള ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിലേക്ക് കടന്ന് തൻ്റെ വിവാഹത്തിൻ്റെ കാര്യാദികൾ സ്വർഗത്തിലെ കർത്താവെ അങ്ങ് ക്രമീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇന്നൊരു കീ സ്പോൺസർ കൂടിയുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ഉഷാദേവിയാണ്. താങ്ക് യു. മാർച്ച് 17 മകൾ നിശാന്തിയുടെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ നിശാന്തി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നിശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മകൾക്ക് സ്ഥിരമായിട്ട് ജോലി ലഭിക്കുവാൻ, ദൈവികമായിട്ടുള്ള ആരോഗ്യമുണ്ടാക്കുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എന്നാൽ അതിനു മുമ്പ് ഒരു സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ് എനിക്ക് പറയാനുണ്ട്. നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധന നടക്കുകയാണ്. രാവിലെ ഏതാണ്ട് 9:45 തന്നെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളിലും ആരാധനയുണ്ട്. പക്ഷെ 10 മണിക്ക് നിങ്ങൾക്ക് ലൈവിലൂടെ ഈ പ്രോഗ്രാം കാണാൻ സാധിക്കും. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറ, നിങ്ങൾ എവിടെ നിന്ന് ഇത് കാണുന്നത്? നിങ്ങൾ പലരെ എനിക്ക് പരിചയമുണ്ട്, അറിയാം. എങ്കിലും പുതുതായിട്ടൊക്കെ മോർണിംഗ് ഗ്ലോറി കാണാൻ തുടങ്ങിയവരുണ്ടെങ്കിൽ ലൈവ് ചാറ്റിൽ, യൂട്യൂബിലാണെങ്കിൽ ലൈവ് ചാറ്റിൽ നിങ്ങളുടെ പേര് എവിടെ നിന്ന് കാണുന്നു ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? കമൻറ്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിനുശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് എവിടെ നിന്ന് കാണുന്നു എന്നൊക്കെ ഒന്നിട്ടാൽ വളരെ നല്ലതാണ്. അതുപോലെ ലൈവ് ചാറ്റിൽ ഒത്തിരി പേര് ഈ സമയത്ത് പ്രാർത്ഥന വിഷയങ്ങൾ ഇടുന്നുണ്ട്. ചാറ്റ് ഹോസ്റ്റുകൾ അത് കാണുന്നുണ്ട്, പലരും അത് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. ഞാൻ കണ്ടില്ലെങ്കിൽ പോലും യേശു അത് കാണുന്നുണ്ട്. ഒന്നും അവൻ്റെ ദൃഷ്ടിയിൽ മറവായിരിക്കുന്നില്ല. നിങ്ങൾ അത് ടൈപ്പ് ചെയ്യുമ്പോൾ, എഴുതുമ്പോൾ തന്നെ കർത്താവ് കണ്ടു കഴിഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഈ ലൈവ് ചാറ്റിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇട്ട് ഒത്തിരി പേർക്ക് വിടുതലുണ്ടായതായി, അത്ഭുതകരമായ വിടുതലുണ്ടായതായിട്ടുള്ള സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ? വളരെ വളരെ എന്ന് വെച്ചാൽ വളരെ നമുക്ക് എൻകറേജ്മെൻറ്റ് നൽകുന്ന പല കാര്യങ്ങളുമാണ് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ബാറ്റിൽസ് ആൻഡ് വാഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഒരു വലിയ യുദ്ധം, അതിലൊത്തിരി ഏറ്റുമുട്ടലുകൾ കാണും. ഈ ഏറ്റുമുട്ടലുകൾ ചിലതിലൊക്കെ പരാജയപ്പെട്ടാലും യുദ്ധത്തിൽ ആര് ജയിക്കുന്നു എന്നുള്ളതാണ് കാര്യം. നമ്മുടെ കാര്യത്തിലാണെങ്കിൽ യുദ്ധം ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. ആര് ജയിച്ചു? ഞാനല്ല, യേശു എനിക്ക് വേണ്ടി ജയിച്ചു. യേശു പിശാചിനോട് പോരാടിയതും ഈ ലോകത്തിൽ വന്ന് സകലവും ചെയ്തതും എൻ്റെ സ്ഥാനത്താണ്, എനിക്ക് വേണ്ടിയാണ്. കാൽവരി ക്രൂശിൽ യേശു എടുത്ത ജയം എനിക്കുള്ള ജയമാണ്. യേശുവിൻ്റെ ജയം അല്ലത്. യേശു ജയിക്കേണ്ട ആവശ്യമില്ല. കാരണം യേശു തോറ്റിട്ടില്ലല്ലോ. തോറ്റത് ഞാനാണ്. മനുഷ്യവർഗമാണ് പിശാചിൻ്റെ മുമ്പിൽ തോറ്റത്. പക്ഷേ ദൈവം ആത്മാവായതുകൊണ്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ജഡത്തിൽ ആരെങ്കിലും വന്ന് ചെയ്യണം.
എങ്കിൽ മാത്രം അത് ലീഗലാകും. പല കാര്യങ്ങളും ദൈവത്തിന് ആത്മാവെന്ന രീതിയിൽ ഈ ഭൂമിയിൽ ചെയ്യുന്നതിൽ പരിമിതികളുണ്ട്. പല കാര്യങ്ങളും ദൈവം ഹെൽപ്ലെസ് ആണ്. അതുകൊണ്ടാണ് ഭൂമിയിലെ ഒരു പാർട്ണറായി മനുഷ്യനെ ദൈവം കണ്ടത്. അതുകൊണ്ട് സ്ത്രീയിൽ നിന്ന് ജനിച്ചു, സ്ത്രീയുടെ സന്തതിയായി ജനിച്ച്, ഗലാത്യലേഖനം 4:4 അനുസരിച്ച് കാലസമ്പൂർണത വന്നപ്പോൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ച് അവൻ നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ പല മേഖലകളിൽ നിങ്ങൾ പൊട്ടിപ്പാളിസ്, വിവാഹ ജീവിതം പൊട്ടി, ബിസിനസ് പൊട്ടി, വിദ്യാഭ്യാസം പൊട്ടി, തുടങ്ങി വെച്ച പലതും പൊട്ടി, പല റിലേഷൻഷിപ്സും പൊട്ടി. അതുകൊണ്ട് നിങ്ങൾ പരാജയമല്ലെന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഒരു പരാജിതനെന്ന് നമ്മളെ തന്നെ മുദ്ര കുത്തുന്നത് ഏതെങ്കിലും ഒരു 100 മീറ്റർ ഓട്ടം മത്സരം നടക്കുകയാണ്. അതിൽ 15 പേരോടി, അതിലൊരാൾ ഫസ്റ്റായി, സെക്കൻഡായി, പക്ഷെ അവസാനം ഞാൻ ഏറ്റവും അവസാനമായി. അപ്പം ഞാൻ പരാജിതനാണ്. പരീക്ഷാ ഫലം വന്നപ്പോൾ എനിക്ക് ജയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ തോറ്റവൻ. 10ാം ക്ലാസ് തോറ്റു, 12ാം ക്ലാസ് തോറ്റു, MBBSന് തോറ്റു, IASന് തോറ്റു, CA പരീക്ഷയിൽ തോറ്റു. അപ്പോൾ ഞാൻ തോറ്റവനാണ്. നോ, പരീക്ഷയിലാണ് നീ തോറ്റത്, ജീവിതത്തിലല്ല തോറ്റത്. ജീവിതത്തിൽ നീ ജയിച്ചിരിക്കുന്നു, കാരണം യേശുവിനോട് കൂടിയാണ്. ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെതായി. ക്രിസ്തു നിന്നിലും നീ അവനിലുമായി. അവൻ്റെ ജയം നിൻ്റെ ജയമാണ്. ലോജിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് സമ്മതിക്കാൻ ഒത്തിരി പേർക്ക് സാധിക്കുന്നില്ല. എനിവേ, ഞാൻ പറഞ്ഞത്, ഒത്തിരി വലിയ യുദ്ധത്തിൽ കുറച്ച് ബാറ്റിൽസിൽ പരാജയപ്പെട്ടതുകൊണ്ട് നീ പൂർണ്ണ പരാജയമല്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത്. പിന്നെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെങ്കിലും ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂകുന്നൊരു സ്വഭാവം ഡെവലപ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഈ കഴിഞ്ഞ ആഴ്ചയിലും കഴിഞ്ഞ നാളുകളിലുള്ള പല എപ്പിസോഡുകളിലും പരിശുദ്ധാത്മാവ് ശക്തമായി ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വർത്തമാനം പറഞ്ഞതുകൊണ്ടല്ല, പരിശുദ്ധാത്മാവ് അതിലൂടെ സംസാരിച്ചു എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്. ആർക്കും നഷ്ടപ്പെടരുത്. ഇതെല്ലാം യൂട്യൂബിലുണ്ട്, നമ്മുടെ ഈ ബ്ലെസ്സിങ് ടുഡേ ചാനലിലുണ്ട്. അല്ലെങ്കിൽ ബ്ലെസ്സിങ് ടുഡേ മൊബൈൽ ആപ്പ് ഇന്ന് വരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അതിനകത്ത് ആർക്കൈവ്സിൽ ഇതെല്ലാം ഉണ്ട്. ബ്ലെസ്സിങ് ടുഡേ വെബ്സൈറ്റ് ഇതുവരെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ സന്ദർശിക്കണം. വിഭവ സമൃദ്ധമാണ്. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് ഇത് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ ജീവിതത്തെ വീണ്ടും പ്രകാശിപ്പിക്കുവാനും നിങ്ങളുടെ ജീവിതത്തെ വീണ്ടും സംഗീത സാന്ദ്രമാക്കുവാനും ഉള്ളൊരു അഭിഷേകം യേശുവിൻ്റെ മേലുണ്ട്. ആ ആത്മാവാണ് യേശുവിൻ്റെ മേൽ ഉള്ളതും നമ്മെ ശുശ്രൂഷിക്കുന്നതും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ളൊരു ആത്മാവാണ്. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയില്ല. പലരുടെയും ജീവിതത്തിലെ പാട്ട് നിലച്ചു. പാട്ടൊന്നുമില്ല. പലരുടെയും ജീവിതത്തിലെ സംഗീതം നിലച്ചു. ഇപ്പോൾ സംഗീതമില്ല. പണ്ടൊക്കെ ഗിറ്റാർ വെച്ചൊക്കെ വായിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗിറ്റാറുടെ ഉറയിലിരിക്കുക, ഒരു കവറിൻ്റെ അകത്തിട്ട് വെച്ചിരിക്കുക. ഇപ്പോൾ ഈയിടെയായിട്ട് ഗിറ്റാർ വായിക്കാനും ഒന്നിനും മൂടില്ല ബ്രദറെ. ഇല്ല, മൂട് വരാൻ പോവുക. ജീവിതത്തെ വീണ്ടും സംഗീത സാന്ദ്രമാക്കാൻ ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്ത, ആ ഓടക്കുഴലിൽ നിന്നും വീണ്ടും സംഗീതം കൊണ്ടുവരുന്നവനാണ് യേശു. പുകയുന്ന തിരി കെടുത്താത്തവൻ. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും എണ്ണ ഒഴിച്ച് കരിന്തിരി കത്താതെ, ദുർഗന്ധം വരാതെ ബ്രൈറ്റ് ലൈറ്റ് പുറത്തേക്ക് കൊണ്ടുവരുന്ന, നറുമണം പുറത്തേക്ക് കൊണ്ടുവരുന്നവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ജീവിതത്തിൽ പല തകർച്ചകൾ വന്നേക്കാം. എന്നാൽ തകർച്ചകളിൽ നിന്നും കർത്താവ് ജീവിതത്തെ പണിയാൻ ആഗ്രഹിക്കുന്നു. എവ്രി മെസ്സേജ് ഐ ഷെയർ വിത്ത് യു ഈസ് വെരി പവർഫുൾ. അങ്ങനെയുള്ള തകർച്ചകളുടെ അനുഭവത്തിൽ ആരെങ്കിലും ഉണ്ടോ? തകർന്നാലേ കർത്താവിന് പണിയാൻ കഴിയും. തകർച്ചയിൽ നിന്നാണ് കർത്താവ് പണിയുന്നത്. ഒരു പിടി ചാരത്തിൽ നിന്ന് പോലും മണിമേടകൾ ഉണ്ടാക്കി തരാൻ കർത്താവിന് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ജീവിതത്തിന് നല്ലൊരു ആകാരവടിവും ഭംഗിയും വരുത്തി പണിയാൻ യേശുവിന് സാധിക്കും.
ഒത്തിരി കാര്യങ്ങൾ കാറ്റിലും കോളിലൊക്കെ തകരും. പക്ഷെ ജീവിതം തകർന്നു പോയാലോ, ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുന്ന കാറ്റുകളിൽ, പ്രശ്നങ്ങളുടെ കാറ്റുകളിലൊക്കെ നമ്മുടെ ജീവിതം തകർന്നു പോകാം, മനം തകർന്നു പോകാം. ജീവിക്കണ്ട, ജീവിച്ചിട്ട് എന്താ കാര്യം? ചിലരൊക്കെ എനിക്കറിയാം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. അങ്ങനെയുള്ള ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നില്ല, വീട്ടിൽ കയറി ഇരിപ്പാ. നാണക്കേടും ഉണ്ടാകാം. ഇനി എന്തിനാ ഇങ്ങനെ ഇറങ്ങണം? ഇന്ന് ഇറങ്ങണമെന്ന് ഞാൻ പറയും. ഇന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. ഞാനാ പറയും, വീട്ടിൽ കയറി എങ്ങനെ ഇരിക്കണ്ട, ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക. കുളിച്ച് റെഡിയായി ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുക. അങ്ങനെ ഒരു കുറച്ച് പുറം ലോകമൊക്കെ കണ്ട് തിരിച്ചു പോവാ. അതിലായിരിക്കും ദൈവം ചിലപ്പോൾ ചില വഴികൾ തുറക്കാൻ പോകുന്ന വഴിക്കായിരിക്കും, പഴയൊരു സുഹൃത്തിനെ കാണുന്നു, എന്തൊക്കെയുണ്ട് വിഷയം, എന്തൊക്കെ അവസ്ഥ, ഇങ്ങനെയൊക്കെ ആണോ, എങ്കിൽ എൻ്റെ കൂടെ വാ. ഒരു വഴി അവിടെ കർത്താവ് തുറന്നാലോ, മടി പിടിച്ച് അലസത പിടിച്ച് എൻ്റെ ലൈഫ് ഏകദേശമൊക്കെ തീർന്നു ബ്രദറെ, ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങ് ഇരുന്ന് അങ്ങ് തീരാ, ഇപ്പം ഞാൻ എൻ്റെ കാല് ശവക്കുഴിയിലോട്ട് നീട്ടി വെച്ചേക്കോ, ഇങ്ങനൊന്നും പറയണ്ട, എന്നോട് ഇതൊന്നും പറയണ്ട, എനിക്കത് കേൾക്കുകയും വേണ്ട. നിങ്ങൾ കുളിച്ച് റെഡിയായി പുറത്തിറങ്ങുക, അകത്ത് കയറിയിരിക്കരുത്. ചിലന്തി വല പിടിച്ച ജീവിതങ്ങളെ കർത്താവ് എന്നതെല്ലാം തൂത്ത് വൃത്തിയാക്കി സുമുഖന്മാരാക്കി, സുമുഖികളാക്കി, ജീവിതത്തിൽ അർത്ഥമുള്ളവരാക്കി, ചാരിതാർത്ഥ്യത്തോടെ ഈ ഭൂമി വിട്ടു പോകാൻ കർത്താവ് സഹായിക്കും. ദൈവത്തിന് മാത്രമേ തകർന്നൊരു ജീവിതത്തെ പണിയാൻ കഴിയൂ. ഒരു പാസ്റ്റർക്കോ ഒരു പ്രീസ്റ്റിനോ കൗൺസിലർക്കോ ആർക്കും തകർന്ന ജീവിതത്തെ പണിയാൻ സാധ്യമല്ല. കർത്താവിനെ പണിയാൻ കഴിയും. അത് ചെയ്യും, കർത്താവ് അത് ചെയ്യും. എബ്രഹാം ലിങ്കൻ്റെ കാര്യമൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു. ഒത്തിരി പരാജയം കണ്ട മനുഷ്യൻ, പക്ഷേ അദ്ദേഹം വിട്ടുകൊടുക്കാതെ മുന്നിലേക്ക് പോയതുകൊണ്ട് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായി ഇന്നറിയപ്പെടുന്നു. പരാജയങ്ങളുടെ കഥയൊന്നും ഒത്തിരി പേർക്കും അറിയില്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള ചരിത്രങ്ങൾ വായിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. ഇന്നലെകളിലെ നിങ്ങളുടെ ചരിത്രത്തിലല്ല നിങ്ങൾ അവസാനിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി രചിക്കുന്ന ഒരു ചരിത്രമുണ്ട്. അത് ഭാവിയിലേക്ക് നീണ്ടു കിടക്കുകയാണ്. അതിലേക്കാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആമേൻ പറ എല്ലാവരും. ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ദുബായ്. ബ്രദർ ഡാമിയൻ ആന്റണിയും സിസ്റ്റർ ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. മാർച്ച് 17 ഞായറാഴ്ച വൈകിട്ട് 6:30 മുതൽ. സ്ഥലം ഗോഡ്സ് ഓൺ ഈവന്റ് മാനേജ്മെന്റ് ഹാൾ, സമ റെസിഡൻസി, ഹാൾ നമ്പർ 2, അൽമുള്ള പ്ലാസയ്ക്ക് സമീപം, അൽ നാദ, ദുബായ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 058-546-2400 or 050-932-6343. എല്ലാവരും ഒന്ന് നമ്മുടെ ആ ലൈവ് ചാറ്റിൽ ഒരു ആമേനും ഹല്ലേലൂയയും പ്രൈസ് ദി ലോർഡും ഫയറിൻ്റെ ഇമോജി, ഒരു തീകത്തില്ലേ, അതൊക്കെ ഒന്നിട്ടെ. സെലിബ്രേഷൻ്റെ കുറച്ച് ഇമോജികളൊക്കെ ഇട്ടെ. കർത്താവ് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയാണ്. മോർണിംഗ് ഗ്ലോറി സ്ഥിരമായി കാണുന്ന ആരും നശിച്ചു പോലെന്നാണ് എൻ്റെ വിചാരം. കാരണം ദൈവത്തിൻ്റെ വചനത്തിന് അങ്ങനെയുള്ളവരെ പണിയാനും ഇമ്പ്രൂവ് ചെയ്യിക്കാനും ഓരോ ദിവസം കഴിയുന്തോറും, ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കഴിയുന്തോറും നിരന്തരമായി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ അവരറിയാതെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. എപ്പോഴും മൂഡ് ഓഫ് ആകുന്ന ഒരു വ്യക്തി നിരന്തരമായി ഇത് കണ്ടുകൊണ്ടിരുന്നാൽ മൂഡ് ഓഫ് ആകാൻ മറന്നുപോകും. അത് മറന്നുപോയി സൈക്ലിക്കായി ഒരുതരം ഡിപ്രഷനിലേക്ക് പോകുന്ന ആളുകൾ കുറച്ച് നാളായിട്ട് അയ്യോ ഇപ്പം ഈയിടെയായിട്ട് അങ്ങനെ ഡിപ്രഷനൊന്നും തോന്നുന്നില്ലല്ലോ. കാരണം എന്താ? മറന്നുപോയി. പാപം ചെയ്യാൻ മറന്നു പോകുന്നു, അനാവശ്യ സ്ഥലങ്ങളിൽ പോകാൻ മറന്നു പോകുന്നു, അനാവശ്യ കൂട്ടുകെട്ടിലേക്ക് പോകാൻ മറന്നു പോകുന്നു. പണ്ടൊരാൾ ദൈവജനം വായിക്കാൻ തുടങ്ങി. ദൈവജനം വായിച്ച് പ്രാർത്ഥിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിനൊരു പ്രത്യേകമായൊരു ലഹരിയായി മാറി. മുഴുകുടിയനായിരുന്നു. കുടിക്കാൻ ഷാപ്പിൽ പോകാൻ മറന്നുപോയി, മദ്യഷാപ്പിലേക്ക് പോകാൻ മറന്നുപോയി. കാരണം വേറെ ലഹരി കിട്ടി. യേശു നിന്റെ ലഹരിയായി മാറണം. മദ്യമല്ല, ചാരായമല്ല, 3X അല്ല, വിസ്കി അല്ല, ഇതൊന്നുമല്ല. യേശു ലഹരിയായി മാറണം. അതുപോലെ ലഹരി വേറെ ഒന്നുമില്ല കേട്ടോ. യേശുവിൻ്റെ പോലുള്ള ലഹരി വേറെ ഒന്നുമില്ല. കാരണം ആ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ രക്തസാക്ഷിയായി തീരാൻ വരെ
ഒരു ഊസലും ഉണ്ടാവില്ല. അതുപോലെ ലഹരി പിടിക്കും യേശു എന്ന ലഹരി പിടിച്ചാൽ. ഓക്കെ, ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം. 1 പത്രോസ് 4:8 വായിച്ചു നോക്കി. അവിടെ പറയുന്നത്, എബവ് ഓൾ ലവ് ഈച്ച് അതർ ഡീപ്ലി ബിക്കോസ് ലവ് കവേഴ്സ് ഓവർ എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ്. എല്ലാറ്റിലുപരിയായി സ്നേഹിക്കണം. പരസ്പരം അന്യോന്യമൊക്കെ സ്നേഹിക്കാൻ പറയുന്നു. എൻ്റെ മലയാള പരിഭാഷ നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാം. ബിക്കോസ് ലവ് കവേഴ്സ് ഓവർ എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ്. കാരണം സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഒത്തിരി പാപം ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അദ്ദേഹം സ്നേഹത്തിലായി തീരുമ്പോൾ ആ സ്നേഹം, പ്രത്യേകിച്ച് ദൈവസ്നേഹം, പാപങ്ങളുടെ ബഹുത്വത്തെ, മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ്, ചെയ്തു കൂട്ടിയ സകല പാപങ്ങളുടെ ബഹുത്വത്തെ അത് മറച്ചു പിടിക്കുക, കവർ ചെയ്ത് കളയും. ഇത് കിട്ടിയത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ സദൃശ്യവാക്യങ്ങൾ 10:12 നിന്നും എടുത്തിട്ടുള്ളതാണ്. ഹേറ്റ്രഡ് സ്റ്റിrs up conflict, but love covers over all wrongs. എന്ന് വെച്ചാൽ വെറുപ്പ്, ചില സംഘർഷങ്ങൾ, വഴക്കുകൾ ഒക്കെ തൊടുത്തുവിടും. എന്നാൽ സ്നേഹം സകലവിധ തെറ്റുകളെയും കവർ ചെയ്യുന്നു, മൂടിക്കളയും. സ്നേഹം സകലവിധ തെറ്റുകളെയും പാപങ്ങളും ബഹുത്വത്തെ മറച്ചു പിടിക്കും. ഇത് പറയാൻ കാരണം അൾട്ടിമേറ്റ്ലി അത് സംഭവിച്ചത് ദൈവസ്നേഹത്തിലാണ്. ദൈവസ്നേഹം ഈ ഭൂമിയിലേക്ക് വന്നത് യേശുവിലൂടെയാണ്. ദൈവസ്നേഹത്തിൻ്റെ അവതാരമാണ് യേശു. ജീസസ് ഈസ് ദ ഇൻകാർണേഷൻ ഓഫ് ഗോഡ്സ് ലവ്. 2 കൊരിന്ത്യർ 13-ാമത്തെ വചനത്തിലാണ് ഇവിടെ പറയുന്നത്, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അവിടെ പിതാവിനോട് കണക്ട് ചെയ്ത് പറയുന്നത് എന്താണ്? സ്നേഹമാണ്. പുത്രനോട് കണക്ട് ചെയ്ത് പറയുന്നത് എന്താണ്? കൃപയാണ്. പരിശുദ്ധാത്മാവിനോട് കണക്ട് ചെയ്ത് പറയുന്നത് കൂട്ടായ്മയാണ്. അപ്പം പിതാവിൽ നിന്നാണ് സ്നേഹത്തിൻ്റെ പുറപ്പെടൽ എന്ന് വിചാരിക്കുക. ആ സ്നേഹം പുത്രനെ അങ്ങ് കവർ ചെയ്തു. തൻ്റെ ഏകജാതനായ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രനെ ആ സ്നേഹം കവർ ചെയ്തു. സ്നേഹം കൊണ്ട് കവർ ചെയ്ത്, എൻവലപ്പ് ചെയ്ത് അതിൻ്റെ അകത്താക്കി. ആ പുത്രനെയാണ് ഭൂമിയിലേക്ക് പിതാവ് പറഞ്ഞു വിട്ടത്. അതുകൊണ്ടുള്ള യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. 1 യോഹന്നാൻ 3:1 പറയുന്നത്, കാൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് ഈ സ്നേഹം അവതരിച്ചത് യേശുവിലൂടെയാണ്. 1 യോഹന്നാൻ 4:8-16 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ പറയുന്നത് ദൈവസ്നേഹമാകുന്നു, ഗോഡ് ഈസ് ലവ്. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് യോഹന്നാൻ 15:13 പറയുന്ന സ്നേഹിതന്മാർക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹം ആർക്കുമില്ല. ആ യേശു ആ സ്നേഹം നൽകി നമ്മെ സ്നേഹിച്ചു, നമ്മെ അവൻ്റെ കൂട്ടുകാരാക്കി, സ്നേഹിതന്മാരാക്കി മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? നാം ചെയ്തു കൂട്ടിയ ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത പാപപർവ്വതത്തെ, പാപത്തിൻ്റെ കൂമ്പാരത്തെ അവൻ്റെ സ്നേഹം കൊണ്ട് അവൻ മറച്ച് മാറ്റിക്കളഞ്ഞു. നമ്മെ കുറ്റവാളികളല്ല, കുറ്റവിമുക്തരാക്കി നമ്മെ അക്വിറ്റ് ചെയ്തു. അപ്പോൾ 1 പത്രോസ് 4:8 കാണുന്ന സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. മറക്കുകയല്ല, മറയ്ക്കുന്നു. മറന്നുകളയുമല്ല, അതുകൊണ്ട് പക്ഷേ മറച്ചു പിടിക്കുന്നു. ആർക്കും കാണാൻ പറ്റാത്തതുപോലെ മൂടിക്കളയും. സദൃശ്യവാക്യം 10:12 അതുണ്ടെന്ന് പറഞ്ഞു. ഇനി 1 കൊരിന്ത്യർ 13:4-7 വരെയുള്ള ഭാഗത്ത് ലവ് ഈസ് പേഷ്യന്റ്, ലവ് ഈസ് കൈൻഡ്, ഇറ്റ് ഡസ് നോട്ട് envy, ഇറ്റ് ഡസ് നോട്ട് ബോസ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് പ്രൗഡ്. സ്നേഹത്തെക്കുറിച്ച് കവിവരന്മാർ ഒത്തിരി ലിറ്ററേച്ചറിൽ, സാഹിത്യരചനകളിലൊക്കെ സ്നേഹത്തെക്കുറിച്ച് വാനോളം പുകഴ്ത്തിയും
അലിഗോറിക്കലായിട്ടൊക്കെ ഒത്തിരി എഴുത്തുകൾ നടന്നിട്ടുണ്ടെങ്കിലും പൗലോസിൻ്റെ തൂലികയിൽ നിന്ന് പുറത്തു വന്ന ഈ വചനങ്ങൾ പോലെ, വാക്യങ്ങൾ പോലെ സ്നേഹത്തെക്കുറിച്ച് ഇന്ന് വരെ ചരിത്രത്തിൽ ആരും എഴുതിയിട്ടില്ല. അവിടെ പറയുന്നത് ലവ് ഈസ് പേഷ്യൻറ്റ്, സ്നേഹം ക്ഷമിക്കുന്നു. ലവ് ഈസ് കൈൻഡ്, സ്നേഹം ദയ കാണിക്കുന്നു. ഇറ്റ് ഡസ് നോട്ട് എൻവി, സ്നേഹം അസൂയപ്പെടുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ബോസ്റ്റ്, സ്നേഹം പൊങ്ങച്ചം പറയുന്നില്ല, വീമ്പിളക്കുന്നില്ല, അഹങ്കാരം പറയുന്നില്ല. ഇറ്റ്സ് നോട്ട് പ്രൗഡ്, അഹങ്കരിക്കുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ഡിസോണർ അതേഴ്സ്, മറ്റുള്ളവരെ അത് അപമാനിക്കുന്നില്ല. ഇറ്റ്സ് നോട്ട് സെൽഫ് സീക്കിംഗ്, അതൊരിക്കലും സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഇറ്റ്സ് നോട്ട് ഈസിലി ആങ്കേർഡ്, പെട്ടെന്ന് കോപിക്കുന്നില്ല. ഇറ്റ് കീപ്സ് നോ റെക്കോർഡ് ഓഫ് റോങ്സ്, പാപം, തെറ്റുകളുടെ ദോഷം കണക്കിടുന്നില്ലെങ്കിൽ തെറ്റുകൾ കണക്കിടുന്നില്ല, റെക്കോർഡ് സൂക്ഷിക്കുന്നില്ല. ലവ് ഡസ് നോട്ട് ഡിലൈറ്റ് ഇൻ ഈവിൾ ബട്ട് റിജോയ്സസ് വിത്ത് ദ ട്രൂത്ത്. ഈ സ്നേഹം ദോഷത്തിൽ സന്തോഷിക്കും, മറ്റുള്ളവർക്ക് ദോഷം വരുമ്പോൾ അത് സന്തോഷിക്കില്ല. ഇറ്റ് റിജോയ്സസ് വിത്ത് ദ ട്രൂത്ത്. പകരം തിന്മയിൽ സന്തോഷിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം, സത്യത്തിൽ പ്രമോദിക്കുന്നു, സന്തോഷിക്കുന്നു. ഇറ്റ് ഓൾവേസ് പ്രൊട്ടക്ട്സ്, സ്നേഹം എല്ലായ്പ്പോഴും സംരക്ഷിക്കുന്നു. ഓൾവേസ് ട്രസ്റ്റ്, എപ്പോഴും വിശ്വസിക്കുന്നു. ഓൾവേസ് ഹോപ്സ്, എപ്പോഴും പ്രത്യാശിക്കുന്നു. ഓൾവേസ് പെർസിവിയേഴ്സ്, എപ്പോഴും അത് ദീർഘക്ഷമ കാണിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ലവ് ക്യാൻ ഗോ ടു എനി എക്സ്റ്റെൻറ്റ്. സ്നേഹത്തിന് എത്ര ദൂരം വേണമെങ്കിൽ പോകാൻ കഴിയും, എത്രത്തോളം വേണമെങ്കിൽ സ്നേഹത്തിന് പോകാം. ലവ് ക്യാൻ മേക്ക് എനി സാക്രിഫൈസ്. സ്നേഹത്തിന് എത്രത്തോളം വേണമെങ്കിലും ത്യാഗങ്ങൾ അനുഷ്ഠിക്കാം. ഹ്യൂമൻ ലവ് ആകട്ടെ, ഗോഡ്സ് ലവ് ആകട്ടെ, സ്നേഹത്തിന് പരിമിതികളില്ല, സ്നേഹത്തിന് അതിർവരമ്പുകളില്ല, സ്നേഹത്തിന് ബൗണ്ടറീസ് ഇല്ല. ഞാൻ എന്തിനിതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ സ്നേഹം നമ്മുടെ സകല പാപങ്ങളുടെ ബഹുത്വത്തെയും മറച്ചു കളഞ്ഞു. ഒരു തെറ്റുപോലില്ലാത്തതുപോലെ നമ്മളെ ആക്കി. യേശുവിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുകയും യേശു കാൽവരി ക്രൂശിൽ ചെയ്ത ഫിനിഷ്ഡ് ആയിട്ടുള്ള പൂർത്തിയാക്കിയ കാര്യങ്ങൾ യാഗത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ എൻ്റെ പാപത്തിൻ്റെ ഒരു ആറ്റം പോലും ബാക്കി അവശേഷിക്കുന്നില്ല. അത് മുഴുവൻ കർത്താവ് എടുത്തു മാറ്റും. നിങ്ങളോടാ പറയുന്നത്, നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുകയാണെങ്കിൽ സകല പാപങ്ങളും അവൻ ക്ഷമിച്ചു കഴിഞ്ഞു. വിശ്വാസമായില്ല? ഹലോ, ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സകല പാപങ്ങളും കർത്താവ് എടുത്തു കളഞ്ഞു. ഒരേ പാപങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇനി അതൊക്കെ വരട്ടെ. ഈ സ്നേഹത്തെക്കുറിച്ച് പല കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞതിൽ, സ്നേഹത്തിന് എത്രത്തോളം വേണമെങ്കിൽ നമ്മളെ സഹായിക്കാൻ കഴിയും. ദൈവസ്നേഹം നിങ്ങളെ സഹായിക്കും. ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശക്തമായ ഭാഷയിൽ വീണ്ടും വീണ്ടും പറയുന്നത്. ഇല്ലെങ്കിൽ പിശാച് ചതിക്കും. ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല. തെറ്റ്. ദൈവം സ്നേഹമാകും. സ്നേഹിക്കാനേ ദൈവത്തിന് അറിയൂ. ദൈവം നിങ്ങളെ സ്നേഹിക്കും. ആ സ്നേഹത്തിൽ കർത്താവ് നിങ്ങളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. ഹലോ ഹലോ ഹലോ, കേൾക്ക. വേറെ ഒന്നിപ്പോൾ ചെയ്യല്ലേ. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. അശ്രദ്ധ വരല്ലേ. ഇവിടെ നോക്ക്, എന്നെ ശ്രദ്ധിക്കുക. ആ സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ കർത്താവ് നിങ്ങളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. യു ആർ ഇൻ ദാറ്റ് കവർ ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ കവറിങ്ങിൻ്റെ അകത്താണ് കർത്താവ് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. യെസ് സർ, വിശ്വസിക്കുക. അങ്ങനെയാ. ഓ മൈ ഗോഡ്, ഇനി ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഇത് പറഞ്ഞ് തീർക്കട്ടെ. ഈ ബ്ലെസ്സിങ് ടുഡേ കർത്താവ് കഴിഞ്ഞ അനേക വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിങ്ങൾ അതിൻ്റെ ഒരു പാർട്ട്ണറാണെന്ന് എനിക്കറിയാം. നമ്മൾ ഒരുമിച്ചാണ്. ഒത്തിരി പേർക്ക് ഇതിൻ്റെ വീഡിയോ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. ടി വിയിൽ കാണുന്നവർ അത് മറ്റുള്ളവർക്ക് ആ ചാനൽ പറഞ്ഞു കൊടുക്കുക, സമയം പറഞ്ഞു കൊടുക്കുക. ഈ ലിങ്കുകൾ നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം, ഗ്രൂപ്പുകളിടാം, ഇൻഡിവിജ്വലായിട്ട് അയക്കാം. കൂടാതെ പലരോട് പറയും, ഞാൻ ദിവസവും ഇത്ര പേർക്ക് ഞാനിത് അയച്ചു കൊടുക്കുന്നു. താങ്ക് യു സോ മച്ച് സിസ്റ്റർ, ബ്രദർ. എന്നാൽ നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റേറ്റസ് ആയിട്ട് അതിൻ്റെ ലിങ്കുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ ഒത്തിരി പേര് ഒരു പക്ഷേ അത് കണ്ട് അതിലൂടെ ആയിരിക്കും ഒരാൾ ആത്മഹത്യയിൽ നിന്ന് വിടുവിക്കപ്പെടുക. അതിലൂടെ ആയിരിക്കും ഒരാൾക്ക് ജീവിതത്തിന് അർത്ഥം കിട്ടുന്നത്, ദൈവജനത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്, ചില പൊരുളുകൾ തെളിഞ്ഞു കിട്ടുന്നത്. അവിടെ വെച്ച് ജീവിതം മാറിയെന്നിരിക്കും. മാത്രമല്ല, ഈ മിനിസ്ട്രിയെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം.
നല്ല വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ ചെയ്ത് സ്ക്രീനിലെ നമ്പറിൽ ഫോൺ ചെയ്തൊക്കെ വിവരങ്ങൾ എടുക്കാം. ഇതിൻ്റെ പ്രോജക്റ്റുകളുടെ ഒരു പങ്കാളിയായി നിങ്ങൾക്ക് മാറാം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ദുബായ്. ബ്രദർ ഡാമിയൻ ആന്റണിയും സിസ്റ്റർ ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. മാർച്ച് 17 ഞായറാഴ്ച വൈകിട്ട് 6:30 മുതൽ. സ്ഥലം ഗോഡ്സ് ഓൺ ഈവന്റ് മാനേജ്മെന്റ് ഹാൾ, സമ റെസിഡൻസി, ഹാൾ നമ്പർ 2, അൽമുള്ള പ്ലാസയ്ക്ക് സമീപം, അൽ നാദ, ദുബായ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 058-546-2400 or 050-932-6343. ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. മൈഗ്രെയിൻ പോലെയുള്ള സിവിയർ ഹെഡേക്ക് അതുകൊണ്ട് ഭാരപ്പെടുന്ന ചിലർ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ ലിവർ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നികളുടെ രോഗങ്ങൾ, ആന്തരിക അവയവങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് മക്കൾ പിറക്കട്ടെ. ജോയിൻറ്റുകളിൽ ഉള്ള വേദന മാറട്ടെ. മെനഞ്ചൈറ്റിസ് പോലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അസ്ഥികളിലെ രോഗങ്ങൾ, ബോൺ മാരോയ്ക്കകത്തുള്ള രോഗങ്ങൾ, മജ്ജ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. കൈകളെയും കൂടെ നീട്ടിപ്പിടിക്കാമോ? ഇപ്പോൾ കർത്താവെ, തിരുനാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. ഏത് വിഷയത്തിലും, ഏത് രോഗാവസ്ഥയിലും, സാമ്പത്തിക ക്ലേശങ്ങളിലും ദൈവകരം ചലിക്കുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം. ആമേൻ. നാളെ സൺഡേ ആണെന്നറിയാം. നാളത്തെ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന ആരാധനകളിലേക്ക് സ്വാഗതം. വീട്ടിലിരിക്കരുത്, വരണം. തിങ്കളാഴ്ച മോർണിംഗ് ഗ്ലോറിയിലൂടെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.